നമസ്കാരം. നയതന്ത്ര തലത്തിലും സാമ്പത്തിക ബന്ധങ്ങളിലും വൻ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഗൾഫ് മേഖല വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലായിരിക്കുകയാണ്. UAE സമുദ്രാതിർത്തി ലംഘിച്ച് നടന്ന മിസൈൽ നീക്കങ്ങളും പ്രതിരോധ മുന്നറിയിപ്പുകളും വെറും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, മറിച്ച് ആഗോളതലത്തിൽ പ്രതിഫലിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുടെ തുടക്കം കൂടിയാണ്. സുരക്ഷാ മുൻകരുതലുകൾ കർശനമാക്കുന്നതോടൊപ്പം പശ്ചിമേഷ്യൻ സമവാക്യങ്ങളെ ആകെ തിരുത്തിക്കുറിച്ചാണ് UAE ഇപ്പോൾ ശക്തമായ നിലപാടിലേക്ക് കടന്നിരിക്കുന്നത്. ഈ നീക്കം വെറും വ്യാപാര നിരോധനത്തിൽ ഒതുങ്ങുന്നതല്ല, വരാനിരിക്കുന്ന ആഗോള സാമ്പത്തിക രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ പ്രത്യാഘാതങ്ങൾ വിളിച്ചോതുന്ന അടിയന്തര മുന്നറിയിപ്പ് കൂടിയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. മേഖലയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള എല്ലാവിധ വ്യാപാര, വാണിജ്യ, സാമ്പത്തിക ഇടപാടുകളും UAE താൽക്കാലികമായി നിർത്തിവെച്ചു. മറ്റൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഈ തീരുമാനം പ്രാബല്യത്തിലുണ്ടാകുമെന്നാണ് UAE വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും മേഖലയിലെ സമാധാനവും സുസ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ നടപടി. ഇറാനിൽ നിന്ന് 2 ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങൾക്ക് നേരെ വിക്ഷേപിച്ചതായി UAE പ്രതിരോധ മന്ത്രാലയം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഒരു കർശന നടപടിയിലേക്ക് രാജ്യം കടന്നത്. സമുദ്ര ഗതാഗതത്തെ ലക്ഷ്യം വെച്ചായിരുന്നു മിസൈൽ വിക്ഷേപണം എന്നാണ് UAEയുടെ കണക്കുകൂട്ടൽ. ഈ മിസൈലുകൾ കടലിലാണ് പതിച്ചത്. ഇതിൽ 2 എണ്ണം UAEയുടെ സമുദ്രാതിർത്തിക്കുള്ളിലായിരുന്നു. മിസൈൽ ഭീഷണി നിലനിന്നിരുന്നതിനാൽ UAE ആഭ്യന്തര മന്ത്രാലയം താമസക്കാർക്ക് അടിയന്തര സന്ദേശങ്ങളും അയച്ചിരുന്നു. മേഖലയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ശത്രുത കൂടുതൽ കലുഷിതമായിരിക്കുന്നു. പരമ്പരാഗത തർക്കങ്ങൾക്കും രാഷ്ട്രീയ വിയോജിപ്പുകൾക്കും പുറമെ തന്ത്രപ്രധാനമായ സമുദ്രപാതകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള സൈനിക നീക്കങ്ങൾ സ്ഥിതിഗതികൾ അതിരൂക്ഷമാക്കുന്നു. മേഖലയിലെ സമാധാനപരമായ അന്തരീക്ഷം തകരുകയും വ്യോമസമുദ്രാതിർത്തികൾ കൂടുതൽ കണിശമായ സുരക്ഷാ നിരീക്ഷണത്തിലേക്ക് മാറുകയും ചെയ്യുന്നത് മറ്റയൽ രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നതാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത ശത്രുതയും യുദ്ധ സാഹചര്യവുമാണ് മേഖലയിലെ പല നീക്കങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനികവും സാമ്പത്തികവുമായ വാക്പോരുകൾ പശ്ചിമേഷ്യൻ മണ്ണിൽ നേരിട്ടുള്ള പ്രതിസന്ധിയായി മാറുന്നു. ഗൾഫ് രാജ്യങ്ങളെ കൂടി ഈ പോരാട്ടത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന അന്തരീക്ഷമാണ് നിലവിലുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ഇടപെടലുകൾ അത്യന്താപേക്ഷിതമായിരിക്കുന്നു. UAEയുടെ ഈ നിർണായക തീരുമാനവും ഉയർന്നു വരുന്ന യുദ്ധഭീതിയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി സമൂഹത്തെയാണ്, പ്രത്യേകിച്ചും മലയാളികളെ. തൊഴിൽ സുരക്ഷിതത്വം, താമസരേഖ പുതുക്കൽ, നാട്ടിലേക്കുള്ള യാത്രകൾ എന്നിവയെക്കുറിച്ച് ജനങ്ങളിൽ വലിയ ആശങ്ക ഉയർന്നിട്ടുണ്ട്. ബിസിനസ് തടസ്സപ്പെടുന്നതും അടിയന്തര മുന്നറിയിപ്പുകളും ഒക്കെ പ്രവാസികളുടെ നിത്യജീവിതത്തിലെ സമാധാനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. നോക്കൂ, ഒരു രാജ്യത്ത് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളിലൊന്ന് അവിടുത്തെ സമാധാന അന്തരീക്ഷമാണ്. ഇപ്പൊ തന്നെ ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല രീതിയിലുള്ള മുന്നറിയിപ്പുകൾ പ്രവാസികൾക്ക് ലഭിക്കുന്നുണ്ട്. മെസ്സേജുകളായിട്ടും അല്ലാത്ത സന്ദേശങ്ങളിലൊക്കെ അവരിലേക്ക് എത്തുന്നുണ്ട്. ഇതെല്ലാം അവര് വളരെ ഭീതിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ജോലിക്ക് പോകുമ്പോഴും തിരിച്ചു മടങ്ങി എത്തുമ്പോഴും കുടുംബവുമായി സമയം ചെലവഴിക്കുമ്പോഴും കുട്ടികളെ സ്കൂളിൽ അയക്കുമ്പോഴും ഒക്കെ അവരുടെയൊക്കെ ഉള്ളിലൊരു വല്ലാത്ത ഭീതിയുണ്ട്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം മുന്നിൽ പലരും കാണുന്നുണ്ട്. എന്തുമാത്രം മിസൈലുകളും ഡ്രോണുകളും ഒക്കെയാണ് UAEക്ക് നേരെ വന്ന് പതിച്ചത്. ഇതെല്ലാം അവിടുത്തെ ജനജീവിതത്തെ ബാധിക്കുന്നതാണ്, പ്രവാസികളെയും സ്വദേശികളെയും എല്ലാം. എന്തായാലും ഈ യുദ്ധം എവിടെ ചെന്ന് നിൽക്കുമെന്ന് ആർക്കും ഒരു പിടിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഹോർമോസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ എണ്ണ കടത്തുപാതകൾ ഭീഷണിയിലായതോടെ ആഗോള സമ്പദ് വ്യവസ്ഥയും ആടി ഉലയുന്നു. എണ്ണവില കുത്തനെ ഉയരാനും അന്താരാഷ്ട്ര വിപണിയിൽ വിലക്കയറ്റത്തിനും ഒക്കെ ഇത് കാരണമാകുന്നതാണ്. ഗൾഫ് രാജ്യങ്ങളിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള സപ്ലൈ ചെയിൻ ശൃംഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കും. ഇറാനുമായുള്ള സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നിരവധി സ്ഥാപനങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലായി. കയറ്റുമതി ഇറക്കുമതി മേഖലകൾ, ഷിപ്പിംഗ് കമ്പനികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ ജോലി ചെയ്യുന്ന ധാരാളം പേർക്ക് ഇത് തിരിച്ചടിയാകും. പുതിയ തൊഴിലവസരങ്ങൾ കുറയുന്നതിനും നിലവിലുള്ള ബിസിനസ്സുകൾ മന്ദഗതിയിലാകുന്നതിനും എല്ലാം ഇത് വഴിവെക്കും. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും വീണ്ടെടുക്കേണ്ടത് പ്രാദേശിക ആവശ്യത്തിനപ്പുറം ഒരു ആഗോള ആവശ്യമായി തന്നെ മാറുകയാണ്. സാമ്പത്തിക നഷ്ടങ്ങൾക്കപ്പുറം കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവനും ജീവിതത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര ഇടപെടൽ വേണം. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും മാത്രമേ നിലവിലെ യുദ്ധാന്തരീക്ഷത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ ഈ കനൽച്ചൂട് ലോക സമ്പദ് വ്യവസ്ഥയെയും സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതീക്ഷകളെയും ഒക്കെ ഒരുപോലെ ചാരമാക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട.